റോഡ് കെട്ടിയടച്ച് വഞ്ചിയൂരിൽ CPM ഏരിയ സമ്മേളനം നടത്തിയതിൽ MV ഗോവിന്ദൻ, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവർ നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം. വിഷയത്തെ ചെറുതായി കാണാനാകില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ് വിവരങ്ങൾ പങ്കുവയ്ക്കും. ലിഡിയ, ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിലടക്കം ഈ CPM നേതാക്കളടക്കം അതിനെ ന്യായീകരിച്ച് രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ നിർണായകമായ ഒരു നീക്കത്തിലേക്ക് പോവുകയാണല്ലോ കോടതി. തിരുവനന്തപുരം വഞ്ചിയൂരിൽ ഇത്തരത്തിൽ പൊതുവഴി കെട്ടിയടച്ച് CPM ഏരിയ സമ്മേളനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി എറണാകുളം സ്വദേശിയായിരുന്നു ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. അതിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഒപ്പം ഈ സംസ്ഥാന പോലീസ് മേധാവി, തിരുവനന്തപുരം സിറ്റി കമ്മീഷണർ എന്നിവരെയൊക്കെ എതിർ കക്ഷികളാക്കിയാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ വലിയ വിമർശനങ്ങളായിരുന്നു കഴിഞ്ഞ മാസം കോടതി ഉന്നയിച്ചിരുന്നത്. ഇതിനു മുന്നേ കോടതി കേസ് പരിഗണിച്ചപ്പോഴൊക്കെ വലിയ വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയോടക്കം വിശദീകരണം ചോദിച്ചിരുന്നു. സ്റ്റേഷൻ ഹൗസ് ഓഫീസറും ഒപ്പം മുനിസിപ്പാലിറ്റിയിലെ ആളുകളുമൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ കോടതിയിൽ എത്തി, കോടതിയിൽ ഹാജരായി ഇത്തരത്തിൽ വിശദീകരണം നൽകാനൊക്കെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ അവർ കോടതിയിലെത്തി വിശദീകരണവും കാര്യങ്ങളും ഒക്കെ നൽകിയതാണ്. അതിലാണ് കോടതി വീണ്ടും വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം ഇതിനെ ന്യായീകരിച്ചടക്കം CPM നേതാക്കളടക്കം അത് കഴിഞ്ഞ് രംഗത്ത് വന്നിരുന്നു. അത്തരത്തിൽ ആ ഒരു പശ്ചാത്തലവും കൂടി ഉള്ള ഒരു കാര്യത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ കോടതിയുടെ ഭാഗത്തു നിന്നൊരു പുതിയൊരു കാര്യത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ MV ഗോവിന്ദൻ, കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരോട് നേരിട്ട് ഹാജരാകാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനെ ചെറുതായിട്ട് കാണാനാകില്ല, ഇത്തരത്തിലുള്ള നടപടിയെ ചെറുതായിട്ട് കാണാനാകില്ല എന്നാണ് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരു വഴി കെട്ടിയടച്ച് യാത്രാ സൗകര്യം മറ്റുള്ളവർക്ക്, അതായത് ആളുകൾക്ക് യാത്രാ സൗകര്യം തടസ്സപ്പെടുത്തിയതിന്റെ ഒരു പശ്ചാത്തലത്തിൽ വലിയ കൃത്യവിലോപമാണ് പോലീസിന്റെയും അതുപോലെ തന്നെ സർക്കാരിന്റെയും അതായത് എന്നൊരു തരത്തിൽ വലിയ വിമർശനങ്ങൾ കോടതി ഉന്നയിച്ചിരുന്നു. അതേ വിമർശനം തന്നെയാണ് ഇന്നും കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ഇതൊരു പ്രതിഷേധത്തിന്റെ ഭാഗം പോലും ആയിരുന്നില്ല എന്നാണ് കോടതി പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായൊക്കെ ഇത്തരത്തിൽ വഴിയിലൊക്കെ പാർട്ടി ഒക്കെ ഇത്തരത്തിൽ സമര പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ ഇതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നില്ല. എന്നിട്ട് കൂടി ഒരു ഹോളിൽ നടത്തേണ്ട, ഒരു സാധാരണ ഓഡിറ്റോറിയത്തിൽ നടത്തേണ്ടിയിരുന്ന ഒരു പരിപാടി ആയിരുന്നിട്ട് കൂടി അത് റോഡിൽ സ്റ്റേജ് നാട്ടി അവിടെ പരിപാടി നടത്തിയത് വലിയ രീതിയിൽ ഒരു തരത്തിലും അത് ന്യായീകരിക്കാൻ സാധിക്കില്ല. അത് ഒരു തരത്തിലും ചെറുതായി കാണാനാകില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഫെബ്രുവരി 10 ഈ കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും MV ഗോവിന്ദൻ, കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഹാജരാകേണ്ടതുണ്ട്. അവരെ വിചാരണ നേരിടേണ്ടത്, അതായത് എക്സ്പ്ലനേഷൻസ് നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 10 ഇതിൽ ഹാജരാകണമെന്ന് തന്നെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ശരി ലിഡിയ, തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് കെട്ടിയടച്ച് CPM ഏരിയ സമ്മേളനം നടത്തിയതിലാണ് MV ഗോവിന്ദൻ, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവർ നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്.